ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BBAയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റേഷ്യോ അനാലിസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ നമുക്ക് essay പോലും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതിൽ നിന്നും essay വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ essay അല്ലെങ്കിൽ കൂടി ഒരു 5 മാർക്ക് ക്വസ്റ്റിൻ്റെ എന്തായാലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ കുറേ കുട്ടികൾ എന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു, റേഷ്യോ അനാലിസിസ് ഇട്ടതിന് ശേഷം അടുത്ത ചാപ്റ്റർ ഇടാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 അനുസരിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിൽ ഏകദേശം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 3 സോഴ്സസിലൂടെയാണ് നമുക്ക് ക്യാഷ് ഫ്ലോസ് ഉണ്ടാകുന്നത്. ഒന്ന് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലുണ്ടാകുന്ന ക്യാഷ് ഫ്ലോ, അതിന് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസസ്. ഒരു എൻ്റർപ്രൈസസിൽ മെയിനായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുക. These involves producing or acquiring goods and services and selling them. ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഒന്ന് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് വേണ്ട ഗുഡ്സ് അക്വയർ ചെയ്യുക, അതുപോലെ സർവീസ് അക്വയർ ചെയ്യുക, അത് സെല്ല് ചെയ്യുക എന്നുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഈ ഒരു ഹെഡിലാണ് കാണിക്കുക. ഇഫ് ആൻ ആക്ടിവിറ്റി അപ്പിയേഴ്സ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. നമ്മൾ സാധാരണ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഓപ്പറേറ്റിംഗ് നമുക്ക് വരുന്ന ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പെൻസസും ഇൻകംസൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഐറ്റംസാണ് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ കാണിക്കുക. അതിന് എക്സാമ്പിൾസ് ക്യാഷ് ഇൻഫ്ലോസും ഉണ്ട്, ക്യാഷ് ഔട്ട് ഫ്ലോസും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ്, ക്യാഷ് റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്, ക്യാഷ് റെസീപ്റ്റ് ഫ്രം റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻ, അതൊക്കെ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്, ഇതെല്ലാം ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. അതായത് ക്യാഷ് പർച്ചേസസ്, ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, പേയ്മെൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലൈക്ക് വേജസ്, സാലറീസ്, റെൻറ്റ്, ഇൻഷുറൻസ്, ഇതെല്ലാം തന്നെ ഇതിനകത്ത് പെടും. അതുപോലെ ക്യാഷ് പേയ്മെൻറ്റ് ടു ഗവൺമെൻറ്, അതായത് ഫോർ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ഐറ്റംസ്. നെക്സ്റ്റ് സെക്ഷൻ, അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിക്ഷേപിക്കുക എന്നുള്ളതാണ് അല്ലേ. നമുക്കൊരു കമ്പനിയുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസുമായി സംബന്ധിച്ച് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ലാൻഡിലോ അല്ലെങ്കിൽ നമുക്കറിയാം ഷെയറിലോ ഡിബഞ്ചറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയർ, ഡിബഞ്ചേഴ്സ്, ഇതെല്ലാം തന്നെ ഈ ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇവിടെയും ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്, ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് ആണ് ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും അല്ലേ. അതുപോലെ ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതെല്ലാം തന്നെ എന്തിലാണ് ക്യാഷ് ഇൻഫ്ലോസിലാണ് വരിക. അതുപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇതെല്ലാം ഇതിന് കാണിക്കാം നമുക്ക്. ക്യാഷ് കളക്ഷൻ ഓഫ് ലോൺസ് ഫ്രം ബോറോവേഴ്സ്. ഇനി ക്യാഷ് ഔട്ട് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻഫ്ലോ ആണെങ്കിൽ അസറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുക, ദാറ്റ് ഈസ് ക്യാഷ് ഔട്ട് ഫ്ലോ. അതുപോലെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടെങ്കിൽ അതും ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. അതുപോലെ ബോറോവേഴ്സിന് കൊടുക്കുന്ന ലോൺസ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ആണ്. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ സൈസ് ആൻഡ് കമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ലോങ് ടേം ബോറോയിങ്സ്, ഷോർട്ട് ടേം, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇവിടെയും ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്, ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ട്. ഒന്ന് ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കമ്പനിക്ക് ക്യാഷ് റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആണ്. അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഒരു കമ്പനിയിലേക്ക് വരുന്ന ക്യാഷൊക്കെ ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ഇതെല്ലാം ഏത് ഹെഡിലാണ് കാണിക്കുക? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ ഹെഡിലാണ്. അതുപോലെ ലോങ് ടേം ലോൺസ് എടുക്കുക, ഷോർട്ട് ടേം ലോൺസ് എടുക്കുക, ഇതെല്ലാം ക്യാഷ് ഇൻഫ്ലോസ് ആണ്. അപ്പോൾ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഷെയറും ഡിബഞ്ചർ റിലേറ്റഡ് ഒക്കെ ആയിട്ട് നമുക്ക് റിഡംഷൻ പറയാം അല്ലേ. അതായത് റീപേയ്മെൻറ്റ് ഓഫ് ഷെയർസ്, റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്,
പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതെല്ലാം തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഈ 3 സ്റ്റെപ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ 3 സ്റ്റെപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് തിയറി ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റണം. ഈ 3 ആക്ടിവിറ്റീസ് എഴുതിയിട്ട് അതിൽ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഒക്കെ എഴുതിയിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് തിയറി വന്നു കഴിഞ്ഞാൽ. ഇനി ഒരു പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറച്ച് ഐറ്റംസ് വന്നിട്ട് അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണോ, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പ്രോബ്ലം കൊടുത്തേ ഉള്ളൂ. നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് കൊടുത്തിരിക്കുന്ന സെയിൽ ഓഫ് മെഷീനറി നമുക്കറിയാം, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അസെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസെറ്റ് വാങ്ങുക, അതുപോലെ അസെറ്റ് സെയിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആണ്. അതുപോലെ ഷെയർ, ഡിബഞ്ചർ അതൊക്കെയാണെങ്കിൽ അത് എന്താണ്, ഫിനാൻസിങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ്, ഇൻകംസ് അതൊക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് 2 മെത്തേഡുകളാണ്. ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. അതിന് മുമ്പ് നമുക്കതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ സ്റ്റെപ്സ് വളരെ സിമ്പിളാണ്. ഒരു 6 സ്റ്റെപ്സിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൊസീജിയേഴ്സ് ഓഫ് പ്രിപ്പയറിങ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് എസ്എ ക്വസ്റ്റ്യനിൽ തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും ഏകദേശം ഈ ഒരു സെയിം സ്റ്റെപ്സ് തന്നെയാണ് വരുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, സെക്കൻഡ് സ്റ്റെപ്പ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, തേർഡ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. തേർഡ് സ്റ്റെപ്പ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഫോർത്ത് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഓഫ് കമ്പൈനിങ് ദ റിസൾട്ട് ഫ്രം ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ്. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും ഫിനാൻസിങ് ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടിയല്ലോ. ഇത് 3 കൂടി നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ടുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ വർക്കൗട്ട് ചെയ്യുക. ഇത് 3 കൂടി ആഡ് ചെയ്യുക, അത് ഉദ്ദേശിക്കുന്നുള്ളൂ. അഞ്ചാമത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ടിന് കൂടെ ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻറ്റ് അറ്റ് ദ ബിഗിനിങ് ടു ദ നെറ്റ് ക്യാഷ് ഫ്ലോസ്. നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോസിൻ്റെ കൂടെ നമ്മൾ ഇത് 3 കൂടി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ കൂടെ നമ്മുടെ കമ്പനിയുടെ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻറ്റ്, ക്യാഷോ ക്യാഷിന് ഈക്വൽ ആയിട്ടുള്ള, അത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് കിട്ടും. അങ്ങനെ 6ാമത്തെ സ്റ്റെപ്പ് ദ എമൗണ്ട് അറൈവ്ഡ് ഇൻ സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 കിട്ടിയ എമൗണ്ട് എന്തായിരിക്കും, ദ സം ഓഫ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓൾ ദ ആക്ടിവിറ്റീസ് ടേക്കൺ ടുഗെദർ അലോങ് വിത്ത് ദ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. നമ്മൾ 3 സ്റ്റെപ്സും ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ക്യാഷ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തിന് ഈക്വൽ ആയിരിക്കണം, ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻറ്റിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ചെയ്തിട്ട് അവസാനത്തെ ആ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻ്റ് ഉണ്ടല്ലോ ക്വസ്റ്റ്യനിലെ, ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻ്റ് ഈക്വൽ ആക്കിയിട്ടൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ അതിൽ തന്നെ നമ്മുടെ ആൻസറും കിടപ്പുണ്ട്. അപ്പോൾ ആ ആൻസറിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. നമുക്കതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ് പഠിക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് കുറച്ചും കൂടി സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആദ്യം കൂടുതലും ഇമ്പോർട്ടൻ്റ് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇൻഡയറക്റ്റ് മെത്തേഡ് പറയാനായിട്ട് രണ്ടും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡയറക്റ്റ് മെത്തേഡ് പറയാം. ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് ആദ്യം എടുത്ത് എഴുതുക. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഇയറിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർപ്ലസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ്. അതായത് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, പ്രിലിമിനറി എക്സ്പെൻസും അതുപോലെ ഗുഡ് വില്ല്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ഓഫ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുക, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അവിടെ ഒരെണ്ണം കൂടി നിങ്ങൾ ആഡ് ചെയ്യുക, ട്രാൻസ്ഫർ ടു റിസർവ് കേട്ടോ, അതുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതായത് നമ്മൾ സാധാരണ നമ്മൾ ബിഫോറിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ കൂടെ നമ്മൾ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ് നമ്മൾ പറയുക, അതൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. റിസീവ്ഡുകൾ, അതായത് റെൻറ്റ് റിസീവ്ഡ്,
ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഇതൊക്കെ നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അപ്പോഴും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. അതായത് നമ്മൾ 2 ഇയറിലെ നമുക്കൊരു ബാലൻസ് ഷീറ്റ് തരുമ്പോൾ നമ്മളതിലെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും മാത്രം ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ കറണ്ട് അസറ്റ് ഏതാണ്, കറണ്ട് ലയബിലിറ്റീസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ആ റേഷ്യോ അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും നിങ്ങൾ എടുക്കണ്ട, ബാക്കിയുള്ള കറണ്ട് അസറ്റൊക്കെ എടുക്കാം. ഇപ്പോൾ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ 2 ഇയർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇയറിൽ പ്രീവിയസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ കറണ്ട് അസറ്റ് കൂടുകയാണോ കുറയാണോ നോക്കുക. കൂടുകയാണെങ്കിൽ, അതായത് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണോ കൂടിയത് അത് നമ്മളിവിടെ ലെസ് ചെയ്യണം. അതായത് കറണ്ട് അസറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുക, കറണ്ട് അസറ്റ് ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. ഓർത്ത് വയ്ക്കുക, കറണ്ട് അസറ്റ് 2 ഇയറും കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ് ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. കറണ്ട് അസറ്റ് ഡിക്രീസ് ആണെങ്കിൽ അത് ആഡ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റീസ് അതിന് നേരെ ഓപ്പോസിറ്റാണ്. കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, കറണ്ട് ലയബിലിറ്റീസ് ഡിക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. വളരെ സിമ്പിളാണ്, ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് മാത്രമായിട്ട് ചോദിക്കാം. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിലെന്ത് വരിക, അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വലിയ പ്രോബ്ലംസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾ BBA ആയതുകൊണ്ട്. അപ്പോൾ പർച്ചേസ് ഓഫ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് നമുക്കറിയാം. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുക, അതുകൊണ്ട് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. അപ്പോൾ പർച്ചേസ് ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കാണിക്കുക, പക്ഷേ അത് ലെസ്സാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എമൗണ്ട് കൊടുത്തത് ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ട് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളത് ലെസ്സാണ് ചെയ്യേണ്ടത്. അതുപോലെ സെയിൽ ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. സെയിൽ ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, പർച്ചേസ് ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ആൻസറാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അതിനെ അവിടെ വയ്ക്കുക. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഈസ് റിലേറ്റഡ് ടു ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് കമ്പനിയിലേക്ക് വരിക ചെയ്യുക, അത് ആഡ് ചെയ്യുക. അതുപോലെ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെൻസ് ആണ്, അത് ലെസ് ചെയ്യുക. ഇനി ഈ ഷെയർ ഇഷ്യൂ ചെയ്തു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തല്ലോ, ഇതിൻ്റെയൊക്കെ റീപേയ്മെൻറ്റ്, അത് റിഡംഷൻ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവല്ലേ ചെയ്യുക, അപ്പോൾ അതൊക്കെ ലെസ് ചെയ്യുക. അതായത് റിഡംഷൻ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. പിന്നെ ഡിവിഡൻഡ് ശ്രദ്ധിക്കണം, ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ 2 സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ ആഡ് ചെയ്തും കാണിക്കും, അതുപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മളത് ലെസ് ചെയ്തും കാണിക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോ കിട്ടി. ഇനി 3 ക്യാഷ് ഫ്ലോസും കൂടി ആഡ് ചെയ്യുക. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോസും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോസും ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോസും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ആക്ടിവിറ്റീസ് എന്നാണ്. അതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസറാണ് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റ്. ഇതാണ് നമ്മുടെ മെത്തേഡ്. ഈ ഒരു മെത്തേഡിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 5 പേജ് നമ്പർ 314 കിടക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രം ദ ഫോളോയിങ് അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ്. നമ്മൾ പറഞ്ഞേക്കണേ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം ചെയ്താൽ മതി, നമുക്കിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആദ്യം നെറ്റ് പ്രോഫിറ്റ് എഴുതും, അതിന് കൂടെ ആഡ് ചെയ്ത ഐറ്റംസ് എക്സ്പെൻസസ്, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഇൻകംസ്, അതുപോലെ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ലെസ് ചെയ്യുക, കറണ്ട് അസറ്റ് ഡിക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, കറണ്ട് ലയബിലിറ്റീസ് ഡിക്രീസ് ആണെങ്കിൽ ലെസ് ചെയ്യുക. ആ കിട്ടുന്ന ഫൈനൽ ആൻസറാണ് ഇത്. നമുക്ക് നോക്കാം. ആദ്യം നെറ്റ് പ്രോഫിറ്റ് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇയർ തന്നിട്ടുണ്ട്, 2019 2020 ആണ്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000 65,000. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിഫറൻസ് ആണ് നിങ്ങൾ പ്രോഫിറ്റായിട്ട് നെറ്റ് പ്രോഫിറ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 65 ആയി. അപ്പോൾ എത്രയാണ് ഡിഫറൻസ്, 5,000. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ 5,000. ഇനി ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ പറഞ്ഞു, അവിടെ നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചാണ്. ഇപ്പോൾ നമുക്കിവിടെ ഐറ്റംസ് എന്ന് പറയുന്നത് ആ ഫോർമാറ്റ് പ്രകാരം നമ്മൾ കുറേ ഐറ്റംസ് പഠിച്ചു. ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് റിട്ടേൺ ഓഫ് ചെയ്യുക, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ചെയ്യുക, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഡിവിഡൻഡ് പെയ്ഡ്, അതുപോലെ ട്രാൻസ്ഫർ ടു റിസർവ് ഞാൻ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റിസർവ് ഉണ്ട് അല്ലേ, ജനറൽ റിസർവ് ഉണ്ട്. അത് 1,72,000 ആയിരുന്നു, ഇപ്പോൾ 2,07,000 ആയി. അപ്പോൾ റിസർവ് കൂടി, അത് ട്രാൻസ്ഫർ ടു റിസർവ് ആണ്. ഒരു 35,000 ആണ് ചേഞ്ച് വരുന്നത്, അത് ആഡ് ആണ് ചെയ്യേണ്ടത്. പിന്നെ ഗുഡ് വില്ല് നോക്കുക, ഗുഡ് വില്ല് 70 ആയിരുന്നു, ഇപ്പോൾ 60 ആയി. അപ്പോൾ 10,000 നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടാവില്ലേ, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുക, വേറെ ഒന്നുമില്ല ആഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇൻകംസ് നമുക്കറിയാം, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് റിസീവ്ഡുകളാണ്, ഇൻകം റിസീവ്ഡുകളൊക്കെയാണ്. ഇത് നമുക്കൊരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇൻകംസ് ഒന്നും തന്നെ ഇല്ല, നമ്മളത് എടുക്കണ്ട. ഇനി നമ്മുടെ
മെയിനായിട്ടുള്ള സാധനം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ മെയിനായിട്ട് വരുന്ന സാധനം നമ്മൾ പറഞ്ഞില്ലേ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് കറണ്ട് ലൈബിലിറ്റീസ് നോക്കുക. അപ്പോൾ ആദ്യം ഡെറ്റേഴ്സ് ഒരു കറണ്ട് അസറ്റാണ് അല്ലേ. ഡെറ്റേഴ്സിന് എന്താ സംഭവിച്ചേ 85,000 48,000 ആയി. അപ്പോൾ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്തു. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആഡ് ചെയ്യും അല്ലേ. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്ത് ആഡ് ചെയ്യും. അപ്പോൾ 85,000 48 ആയി എന്ന് പറയുമ്പോൾ എത്രയാണ് ഡിഫറൻസ് വരണേ, ഒരു 37,000 ഡിഫറൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യണം, ഡിക്രീസ് ഇൻ ഡെറ്റേഴ്സ് എന്ന് പറയുക. ഇനി ബിൽസ് റിസീവബിൾ, അതും ഒരു കറണ്ട് അസറ്റാണ്. ബിൽസ് റിസീവബിൾ 4081 ആയി. അപ്പോൾ ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റ് ഇവിടെ കൂടാണ് ചെയ്തേക്കുന്നത്. കറണ്ട് അസറ്റ് കൂടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കറണ്ട് അസറ്റ് കൂടാണെങ്കിൽ ലെസ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര എമൗണ്ട് കൂടിയേക്കണേ 41,000 ആണ്. അപ്പോൾ നമ്മളത് ലെസ് ചെയ്യണം കേട്ടോ. അതായത് ലെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ഇന്നലെ കോളത്തിൽ എഴുതിയിട്ട് അവസാനം അത് ഒരുമിച്ച് ലെസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഒരു കറണ്ട് ലൈബിലിറ്റി ആണ്. അത് 26,800 ആയി. കറണ്ട് ലൈബിലിറ്റി കുറയാണ് ചെയ്തത്, കറണ്ട് ലൈബിലിറ്റി ആണത്. അപ്പോൾ അത് കുറഞ്ഞത് കൊണ്ട് നമ്മൾ ലെസ് ചെയ്യണം. എമൗണ്ട് എത്രയാണ് വരികയെന്ന് വെച്ചാൽ അത് ലെസ് ചെയ്യുക. അപ്പോൾ 26,000 മൈനസ് 8,000 18,000 രൂപ നമ്മൾ ലെസ് ചെയ്യുക. സാലറീസ് പ്രീപെയ്ഡ് നമുക്കൊരു അസറ്റാണ്. അപ്പോൾ അതൊരു കറണ്ട് അസറ്റ് ആയതുകൊണ്ട് അത് എത്ര എമൗണ്ട്, ഒരു 8,000 ആയിരുന്നു, അത് 10,000. അപ്പോൾ കൂടാ ചെയ്തേക്കുന്നത്. കറണ്ട് അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഐറ്റംസ് ഇതെല്ലാം ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ നമുക്ക് 26,000 ആണ് കിട്ടുക. ഇതാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലംസിന് മുമ്പായിട്ട് ഈ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതെല്ലാം കൂടിയുള്ള പ്രോബ്ലംസ് എക്സലിൻ്റെ ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഫോർമാറ്റ് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണിത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും ഞാൻ അടുത്ത ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.